ഇങ്ങനെ എമ്പുരാൻ എന്നുള്ള സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ റിലീസിന് മുമ്പുണ്ടായിരുന്ന ചർച്ചകളേക്കാൾ കൂലങ്കഷമായ ചർച്ചയാണ് റിലീസിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മെയിനായിട്ടുള്ള കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ മാപ്പറകൾ തന്നെയാണെന്നാണ്. സിനിമ റിലീസായതിനു ശേഷം BJPയുടെ പ്രതികരണമൊക്കെ എടുക്കാനായിട്ട് അവർ ചെന്നിരുന്നു. അപ്പോൾ അവിടുത്തെ നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ ഈ സിനിമകളൊക്കെ കാണണം, അതേപോലെ തന്നെ അവരും ഈ സിനിമകളൊക്കെ കാണുന്നൊക്കെയുള്ള പ്രതികരണമാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് കിട്ടാത്തതുകൊണ്ട് BJPയുടെ ഉള്ളിൽ തന്നെ ഒരു ആഭ്യന്തരമായ ഒരു പ്രശ്നം ഈ സിനിമ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു രഘുനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ പോസ്റ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഈ നേതാവ് സത്യത്തിൽ BJPയിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല, പക്ഷേ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ കണ്ടു. അപ്പം അതിനുശേഷം അവർ പുതിയ കേരള അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒന്ന് സ്ഥാനമേറ്റിട്ട് പുള്ളിയുടെ ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടിയിട്ടാണെന്നാണ് പുള്ളി ഡൽഹിക്ക് പോയത്. അപ്പോൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടുന്ന് മാപ്പറകളിൽ നിന്ന് പുള്ളിനോട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമൊക്കെ നടത്തി പുള്ളി അവിടെ നിന്ന് ഊക്കി വിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിന് ശേഷമാണ് ഇത് ഒരു ഗോത്ര കലാപത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുള്ള ചർച്ചകളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായ ഒരു സംഭവമാണ്. ഇപ്പം നമ്മുടെ സോളാർ കേസിൽ ഒരു CDക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കാറ് പിടിച്ച് കോയമ്പത്തൂർ വരെയൊക്കെ പോയ ടീമുകളാണ് നമ്മുടെ മാപ്പറകൾ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ടല്ലോ. പൃഥ്വിരാജിൻ്റെ ലൂസിഫർ എന്ന സിനിമയിൽ മാപ്പറകളെ പുള്ളി നോക്കി വിട്ടതാണ്. പുതിയ സാഹചര്യത്തിൽ എല്ലാവരും പൃഥ്വിരാജിന് കട്ട സപ്പോർട്ടുമായിട്ടാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഈ മാപ്പറകളുടെ വീട്ടിലുള്ളൊരവസ്ഥ. ഇവർ ഈ നാട്ടിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പും കലാപമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ ഇവരെന്തായിരിക്കും സാധാരണ ചെയ്യുന്നത്? ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഇവരുടെ കൂടെ ഉണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരാളുടെ സ്വഭാവത്തിനെ കുറിച്ച് പറയാറുണ്ട്. ഇവനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 10 ലക്ഷം രൂപയാണ് സെൻറ്റിന് വിലയെങ്കിൽ ഇവനെ താമസിപ്പിച്ച 1 മാസത്തിനുള്ളിൽ ആൾക്കാർ വെറുതെ തന്നിട്ട് പോകും എന്നൊക്കെ പറയാം. അപ്പോൾ അതേപോലത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ മാപ്പറകളെ കൊണ്ട് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ഈ സിനിമയുടെ മെറിറ്റിലേക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്ന മസൂദ് എന്ന് പറയുന്ന ഒരാളുടെ ബാല്യകാലം കാണിക്കുന്ന ഒരു സ്റ്റോറി ഈ സിനിമയിലുണ്ട്. അപ്പോൾ ആ സത്യത്തിൽ അയാളുടെ ബാല്യകാലം ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെ സിനിമയാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ആ സിനിമയെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഗോദ്രയുമായി ആണ് കണക്ട് ചെയ്യാനാണ് മുരളി ഗോപിയും പൃഥ്വിരാജ് തീരുമാനിക്കുന്നത്. അതായത് അവരുടെ ചിന്താശേഷി അവിടെയാണ് ചെന്ന് ആ സിനിമയെ പ്ലേസ് ചെയ്തത്. പൃഥ്വിരാജോ അല്ലെങ്കിൽ മുരളി ഗോപിയോ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഇത് ശങ്കറോ അല്ലെങ്കിൽ രാജമൗലിയോ ഒക്കെ എടുത്തിരുന്നെങ്കിൽ വേറെ രീതിയിലായിരിക്കും അവർ ചിന്തിക്കുന്നത് ഈ സിനിമയെ കുറിച്ച്, അവരുടെ പ്ലോട്ടിനെ കുറിച്ച്. നമ്മൾ വേറൊരു രീതി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ ആ ആക്രമണത്തിൽ ഒരു ബോംബ് വീഴുന്നു, ആ ബോംബ് പൊട്ടാതെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കുട്ടി എന്ന രീതിയിലും ഈ ക്യാരക്ടറിന് പ്ലേസ് ചെയ്യാമായിരുന്നു. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു ഇൻ്റർനാഷണൽ രീതിയിലേക്ക് ആ സിനിമയെ ഉയർത്താമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ സിറിയയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഫ്രിക്കൻ കോസ്റ്റൽ ഏരിയകളിൽ നിന്ന് ഇപ്പോൾ യൂറോപ്പിലേക്ക് ഇല്ലീഗലായി കടന്ന് കയറാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ബോട്ട് മുങ്ങിയ ആൾക്കാർ മരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബോട്ട് മുങ്ങിയ സമയത്ത് രക്ഷപ്പെടുന്ന ഒരു കുട്ടിയായിട്ടൊക്കെ പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷേ പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും ചിന്ത നമ്മുടെ ഗോത്ര കലാപത്തിലാണ് ചെന്ന് നിന്നത്. അത് അവരുടെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇനി നമ്മളിത് വേറൊരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ഇപ്പം അത് ഈ മസൂദിന് പകരം ഈ കഥാപാത്രത്തിൻ്റെ പേര് മാധവൻ എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ മാറട് കലാപത്തിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ വീട്ടിൽ നിന്ന് വരുന്നൊരു അതിനന്ന് ഇപ്പോൾ ബോംബ് എറിഞ്ഞിട്ട് പൊട്ടാത്ത ബോംബൊക്കെ ഉണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പം ആ ബോംബ് പൊട്ടാതെ രക്ഷപ്പെട്ട ഒരു കുട്ടിയായിട്ട് ചിത്രീകരിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീർ പണ്ഡിറ്റുകളെ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടിയായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഔറംഗസേബിൻ്റെ കാലത്തുണ്ടായ കില്ലിങ്ങിൽ നിന്ന്, റേപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ഒരു കുട്ടിയായിട്ടോ ഒക്കെ കാണിക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് അവിടെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിണറ്റിൽ വീണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടിയായിട്ടോ അങ്ങനെ ഒരു മാധവൻ എന്ന പേരിലൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ അന്ന് രക്ഷപ്പെട്ട ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ മത്തായി എന്നുള്ള പേരിൽ കൊടുക്കാമായിരുന്നു. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ജൂതനായിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒക്ടോബർ 7 പലസ്തീൻ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം, കുട്ടികളെ കൊന്നു കളഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ കൊന്നു കളഞ്ഞതും ബലാത്സംഗം ചെയ്തതും തട്ടിക്കൊണ്ടുപോയതൊക്കെ കാണിച്ചാൽ അന്ന് രക്ഷപ്പെടുന്ന ഒരു കുട്ടിയായിട്ട് ഒരു ജൂതനായിട്ട് വന്നിരുന്നെങ്കിൽ വേറൊരു പേരിൽ അങ്ങനെ പല രീതിയിൽ ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവരുടെ ചിന്താശേഷി ഗോത്ര കലാപത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നുകൊണ്ട് അവരതിനെ അതിനകത്തേക്ക് പ്ലേസ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവരുടെ ഒരു ലിമിറ്റേഷനായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ചിന്താഗതി അങ്ങനെ എത്തിച്ചേരാനുള്ള കാരണം അവർ കടന്നു വന്ന സാഹചര്യങ്ങൾ, അവർ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും.
ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെയുള്ള ചിന്തകളോ കാര്യങ്ങളൊന്നുമില്ല. അയാൾ ഏത് സ്ഥലത്താണ് വളരുന്നത്, ഏത് വീട്ടിലാണ് വളരുന്നത്, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാർ, അയാളുടെ നാട്ടുകാരൊക്കെ ആണ് ഇയാളുടെ ഈ ബുദ്ധി വികസനത്തിൽ സ്വാധീനിക്കുന്നത്. അങ്ങനെ പല പ്രോസസ്സിങ്ങുകളും പല ഡേറ്റകളൊക്കെ അയാളുടെ ബ്രെയിനിലേക്ക് വരികയും അതിനെ പ്രോസസ്സ് ചെയ്ത് ഈ രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും അനാലിസിസും അവരുടെ ഒരു ചിന്തകളൊക്കെ ഏകദേശം ഐഡൻറ്റിറ്റിയിലായി വരുമ്പോഴാണ് അവർ ഒന്ന് ചേർന്ന് ഒരു സിനിമ ഉണ്ടാക്കാനും ആ ഐഡിയോളജി പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ഐഡിയോളജി ഇങ്ങനെ വർക്ക് ചെയ്തു എന്നാണ് നമുക്ക് ഈ സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അത് എങ്ങനെ ചെയ്യണമെന്നത്. ഇനിയിപ്പോൾ വേറൊരു ആർഗ്യുമെന്റ് ഇതിന്റെ പുറകിൽ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് പണം ചെലവാക്കി ഉറക്കമൊളിച്ചൊക്കെയാണ് സിനിമ ഉണ്ടാക്കിയത് എന്നൊക്കെയാണ് മോഹൻലാലൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പൃഥ്വിരാജൊക്കെ അവകാശപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡീഗ്രേഡിങ് വരുന്നത് പ്രശ്നമാണ്, റിവ്യൂ വരുന്നത് പ്രശ്നമാണ്, അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്നു, അവരെ ഡീഫെയിം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് വേറൊരു ഭാഗം ഇതിനെ വെച്ച് ആർഗ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് കണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോഹൻലാലും അല്ലെങ്കിൽ പൃഥ്വിരാജും ഒക്കെ കഷ്ടപ്പെട്ട പോലെ തന്നെയാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കുന്ന ഒരാൾ ഉറക്കമൊളിച്ച് പോയി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് മഴയും അല്ലെങ്കിൽ വെയിലും ഒക്കെ സഹിച്ച് പൊടിയും ഒക്കെ സഹിച്ച് നിന്ന് ഒരു സിനിമ കണ്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പൃഥ്വിരാജിനെ മോഹൻലാലിനെ തെറി വിളിക്കുക സ്വാഭാവികമാണ്. ഇപ്പോൾ മോഹൻലാലും പൃഥ്വിരാജ് ഇട്ട അതേ എഫർട്ട് തന്നെയാണ് ഈ സിനിമ കാണാൻ ഇടുന്ന ഓരോ പ്രേക്ഷകനും ഇടുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായി അവരെ തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ സിനിമയുടെ പൃഥ്വിരാജ് അല്ലെങ്കിൽ മുരളി ഗോപി എന്താണ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ BJPയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായ മോദിയെയോ അല്ലെങ്കിൽ കേരളത്തിലെ BJPയുടെ നേതാക്കളെയൊക്കെ മോശമാക്കാനുള്ള രീതിയിലാണ് അവർ ആ സിനിമ എടുത്തിരിക്കുന്നത്. അതാണ് അവരുടെ പ്രൊപ്പഗാൻഡ. അപ്പോൾ അവർ ആ അജണ്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവരെ മോശമാക്കിയാണ് ആ സിനിമയിലൂടെ അവർ ചെയ്തിട്ടുള്ളത്. ആ സെയിം സിറ്റുവേഷൻ, ആ സെയിം ലോജിക്ക് നമ്മളിവിടെ അപ്ലൈ ചെയ്താൽ മതി. ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുത്ത് കണ്ടവൻ ഈ സിനിമ കണ്ട് പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും തെറി വിളിക്കുമ്പോൾ ആ സെയിം സിറ്റുവേഷനാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. പൃഥ്വിരാജിനും മോഹൻലാലിനും മോദിയെയും അല്ലെങ്കിൽ കെ സുരേന്ദ്രനൊക്കെ മോശമാക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ആ അവസരം തന്നെ ഇത് കാണുന്ന പ്രേക്ഷകനുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ നമ്മൾ പല ചാനലുകളിലുള്ള ചർച്ചയും അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കാണുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ തന്നെ ഞാനിത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് ആധികാരികമായി വിലയിരുത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ഞാൻ ഈ സിനിമ കാണാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് ഇതിനെ ആധികാരികമായി വിലയിരുത്താനുള്ള ഒരു അധികാരമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലൂടെ പൃഥ്വിരാജും അല്ലെങ്കിൽ മുരളി ഗോപി എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഗോദ്രയിലുണ്ടായ ഒരു കലാപത്തെക്കുറിച്ചും ആ കലാപം ഒരു സൈഡഡായുമാണ് അവർ കാണിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ. ആ ഗോദ്ര കലാപം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്തോ ഇവരവിടെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഗോദ്ര കലാപത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാത്ത ആൾക്കാരാണ്. ഇവർ ഇതിനെക്കുറിച്ച് വായിച്ചറിയുകയോ കേട്ടറിയുകയോ അല്ലെങ്കിൽ പലരും പറഞ്ഞു കേൾക്കുകയോ ഒക്കെ ചെയ്ത് അതിൽ നിന്നും അവരുടെ ഒരു രീതിയിലുള്ള ഐഡിയോളജി ഉണ്ടാക്കി അതിൽ നിന്നും ഉണ്ടാക്കിയിരുന്ന ഒരു കഥയാണ് ഈ പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ. അപ്പോൾ അവർക്ക് ഇതിൽ പങ്കെടുക്കാതെയും ഇത് കാണാതെയും ഒരു സിനിമ ഉണ്ടാക്കി ഇങ്ങനെ രീതിയിൽ ചിത്രീകരിക്കാമെങ്കിൽ ഈ സിനിമ കാണാതെയും ഈ സിനിമയെക്കുറിച്ച് കേട്ടറിഞ്ഞ് റിവ്യൂകൾ കേട്ടും അതിൻ്റെ വിക്കിപീഡിയയിലുള്ള പ്ലോട്ടൊക്കെ വായിച്ച് എനിക്കും ഈ സിനിമയെ റിവ്യൂ ചെയ്യാനും അല്ലെങ്കിൽ ഈ സിനിമയ്ക്കെതിരെ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ കാണാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഐഡിയോളജി തന്നെ വേറെയാണ്. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സിനിമ തന്നെ എടുക്കുകയാണെങ്കിൽ മുരളി ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും ഒരു ഐഡിയയാണ് ഈ സിനിമ. വല്ലവരുടെയും ഐഡിയയ്ക്ക് വേണ്ടി എൻ്റെ പൈസ മുടക്കുക എന്നുള്ളൊരു ഐഡിയോളജി എനിക്കില്ലാത്തടത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ കാണാൻ പോകാത്തത്. പക്ഷേ ഞാൻ സിനിമയ്ക്ക് പോകാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിരളമായി, വർഷത്തിൽ 1-2 സിനിമയൊക്കെ ഞാൻ കാണാറുള്ളൂ. അതും ഇപ്പോൾ ഫാമിലിയോടെ ഒക്കെ പോയി എൻജോയ് ചെയ്ത് നമുക്ക് ചിരിച്ച് സന്തോഷമായി ടെൻഷനൊന്നുമില്ലാതെ ഇറങ്ങിപ്പോരാൻ പറ്റുന്ന ഒരു സിനിമകളൊക്കെ ഞാൻ കാണാറുള്ളൂ. അങ്ങനെ റിവ്യൂകളൊക്കെ നോക്കി ജനങ്ങളുടെ റിപ്ലൈ ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകാറ്. ഞാൻ അവസാനമായി കണ്ടത് ആവേശം എന്ന് പറയുന്ന സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരാളുടെ ഐഡിയോളജിയിലേക്ക് പൈസ മുടക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാൻ മുടക്കാറ്. ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനി ഇലോൺ മസ്ക് കൊണ്ടുവരുന്നു, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഗുണമുണ്ട് എന്ന് എനിക്ക് തോന്നും. അല്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന കമ്പനി ജെഫ് ബെസോസ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഭാവിയിൽ ഗുണമുണ്ടാകും എന്നുകൊണ്ട് ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അവരുടെ വേറൊരാളുടെ ഐഡിയ ആണെങ്കിലും ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്ന സംഭവം വേറൊരാളുടെ ഐഡിയ, നമുക്ക് ഒരു ഗുണവുമില്ല,
അതുകൊണ്ട് അതിനകത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള ക്രൈറ്റീരിയകളും നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്കിവിടെ OTTയിൽ ഇപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും 85 ഇഞ്ച് 100 ഇഞ്ചൊക്കെ ഉള്ള ടി വികളും ഹോം തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ 1-2 മാസം കഴിയുമ്പോഴേക്ക് ഈ സിനിമകളൊക്കെ തിയേറ്ററിൽ നിന്ന് OTTയിലേക്കും TV-യിലേക്കൊക്കെ വരും. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കാണുക എന്നുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ കുഞ്ചാക്കോൻ്റെ സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. നമ്മൾ വീട്ടിലിരുന്ന് ഞാൻ ഈ സിനിമയെക്കുറിച്ച് കേട്ടിട്ടും കൂടി ഉണ്ടായില്ല. പക്ഷേ നമ്മൾ OTT ചുമ്മാ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ സിനിമ ഇട്ട് കണ്ടു. അത് നല്ല സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആണ് ഞാൻ സിനിമകൾ കാണാറുള്ളത്. ഇനിയിപ്പോൾ ഈ സിനിമ കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണെന്ന് അറിയോ? സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കാരണം ഇപ്പോൾ ആശാമാരുടെ സമരം ഒരു കൊടുമ്പിരിയുണ്ട് ഇങ്ങനെ അവരുടെ തലയിൽ മുകളിൽ നിൽക്കുകയായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അപ്പോഴാണ് പൃഥ്വിരാജ് ഈ സിനിമയായിട്ട് വരുന്നതും നമ്മുടെ മാപ്രകളെല്ലാം അതിൻ്റെ പുറകെ പോകുന്നതും അങ്ങനെ ചർച്ചകളൊക്കെ വഴിതെറ്റി പോയതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർക്കൊരു ബ്രീതർ കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് പൃഥ്വിരാജിനോട് ആയിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നില്ലെങ്കിൽ കലാപാഹനത്തിന് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിനൊക്കെ കേസ് എടുക്കാറുള്ള നമ്മുടെ പോലീസും മുഖ്യമന്ത്രിയൊക്കെ ഈ കേസിൽ ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊരു ഗുണകരമായ ഒരു സാഹചര്യമാണ് ഈ സിനിമ ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വിവാദമായിട്ട് കാണാം.